الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് അഥവാ പ്രവാചകത്വം ലഭിച്ചത് മുതൽ 63-ാം വയസ്സിൽ അവിടുന്ന് വഫാത്താകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ 23 വർഷം പല സന്ദർഭങ്ങളിലായി അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതാണ്. അത് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചെറുതും വലുതുമായ 114 അധ്യായങ്ങളാണ് ഖുർആനിൽ. 114 അധ്യായങ്ങൾ, 6000-ത്തിലധികം ആയത്തുകൾ അഥവാ വചനങ്ങളുണ്ട്. 77,000-ത്തിലധികം പദങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ എഴുതാൻ ഉപയോഗിച്ചത് 3,20,000-ത്തിലധികം അക്ഷരങ്ങളാണ്. 30 ജുസ്ഉകൾ അഥവാ ഭാഗങ്ങളാക്കി അതിനെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞു വെച്ചത് ഖുർആൻ അറബി ഭാഷയിലുള്ള ഖുർആൻ അത് യഥാർത്ഥത്തിൽ പഠിക്കുക എന്നത് വളരെ എളുപ്പമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഖുർആൻ എന്ന പദത്തിന് ആവർത്തിച്ച് വായിക്കുക എന്ന ആശയമുണ്ട്. അഥവാ ആവർത്തിച്ച് വായിക്കുമ്പോഴാണ് ഖുർആനിൻ്റെ മധുരം നുകരാൻ കഴിയുക എന്നർത്ഥം. ഇന്ന് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ എന്ന അധ്യായം ഖുർആനിൽ ആദ്യം വായിക്കപ്പെടുന്ന ക്രോഡീകരിക്കപ്പെട്ട മുസ്ഹഫിൽ ഒന്നാമതായി എഴുതപ്പെട്ട അധ്യായമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഫാത്തിഹ അഥവാ പ്രാരംഭം എന്ന പേര് ലഭിച്ചിട്ടുണ്ടാവുക. ഫാത്തിഹത്തുൽ കിതാബ് അഥവാ വേദഗ്രന്ഥത്തിൻ്റെ ആരംഭം എന്നും, ഉമ്മുൽ കിതാബ് അഥവാ ഖുർആനിൻ്റെ കേന്ദ്രം, മൂലം എന്നും, ഉമ്മുൽ കിതാബ് അഥവാ വേദഗ്രന്ഥത്തിൻ്റെ മൂലം എന്നും, ഉമ്മുൽ ഖുർആൻ അഥവാ ഖുർആനിൻ്റെ കേന്ദ്രം, ഖുർആനിൻ്റെ എന്നൊക്കെ ഈ അധ്യായത്തിന് പേരുകളുണ്ട്.
ഇത്രയും പേരുകൾക്ക് പുറമെ സഹാബികളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും നൽകിയ ഹദീസുകളിൽ വന്ന മറ്റു ചില പേരുകളുമുണ്ട്. അതൊക്കെ ഈ ഖുർആനിൻ്റെ ഈ ഫാത്തിഹയുടെ ആശയവുമായി ബന്ധപ്പെട്ടത്. ഖുർആനിലെ വചനങ്ങളുടെ മൗലിക വശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന നിലക്ക് അസാസുൽ ഖുർആൻ എന്ന് അസാസുൽ ഖുർആൻ അഥവാ ഖുർആനിൻ്റെ അസ്ഥിവാരം എന്ന്, അതുപോലെ മനസ്സിരുത്തി പഠിക്കുകയും വിശദ വിവരങ്ങൾ തുടർന്ന് അന്വേഷിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഇത് തന്നെ മതി എന്ന അർത്ഥത്തിൽ അൽ ഖാഫിയ, മതിയാവുന്നത്, മതിയായത് എന്ന് ഈ അധ്യായത്തിന് പേരുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇത് മതിയായതാകുന്നത് എന്ന്. അതുപോലെ തന്നെ വിജ്ഞാന മൂല്യങ്ങളുടെ നിക്ഷേപം എന്ന ഉദ്ദേശത്തിൽ അൽ ഖൻസ് എന്ന ഈ അധ്യായത്തിന് പേരുണ്ട്. അതുപോലെ ഇതിൻ്റെ തുടക്കം അള്ളാഹുവിൻ്റെ മഹൽ ഗുണങ്ങളെ എടുത്തു കാട്ടിക്കൊണ്ടുള്ള സ്തുതി കീർത്തനമായതുകൊണ്ട് അൽ ഹംദ്, സൂറത്തുൽ ഹംദ് അഥവാ സ്തുതി കീർത്തനത്തിൻ്റെ അധ്യായം എന്ന് ഇതിന് പേരുണ്ട്. അതുപോലെ പ്രാർത്ഥനാ രൂപത്തിലാണ് ഈ അധ്യായമുള്ളത്. അത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ മനസ്സിലാവും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതാണ് പ്രാർത്ഥനാ രൂപമാണ്. അതുകൊണ്ട് സൂറത്തു ദുആ എന്ന് ഇതിന് പേരുണ്ട്, പ്രാർത്ഥനയുടെ അധ്യായം എന്നത്. അതുപോലെ തന്നെ നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാകയാൽ ഇതിന് സൂറത്തു സ്വലാ അഥവാ നമസ്കാരത്തിൻ്റെ അധ്യായം എന്നും പേരുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ വ്യത്യസ്തമായ പേരുകളാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ സൂറത്തുകൾക്കൊക്കെ ഓരോ പേരുകളുണ്ട്. പക്ഷെ ഫാത്തിഹയ്ക്ക് ഒരു പേരല്ല, ഒരുപാട് പേരുകളുണ്ട്. അതിൻ്റെ കാരണം അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അത് എന്നതാണ്. ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കുറച്ചുകൂടി ബോധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്കൃഷ്ടമായ വിശേഷണ നാമങ്ങൾ, തൗഹീദ്, മരണാനന്തര ജീവിതം, പ്രതിഫല നടപടി തുടങ്ങിയ ഇസ്ലാമിൻ്റെ മൗലികമായ സിദ്ധാന്തങ്ങൾ, അതുപോലെ തന്നെ കർമ്മപരവും സാൻമാർഗികവുമായ നിയമനിർദ്ദേശങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ ചെറിയ വചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സാരാംശം അതാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ 7 വചനങ്ങൾ എല്ലാം കൂടിയല്ല, അതിൻ്റെ ഒരു സാരാംശം. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കേന്ദ്രം, ഉത്ഭവസ്ഥാനം. മാതാവിനാണല്ലോ എന്ന് പറയും. കേന്ദ്രം അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം, പ്രധാന ഭാഗം, സങ്കേതം, മർമ്മം എന്നൊക്കെ ആശയമുണ്ട് എന്നത്. അഥവാ ഖുർആനിൻ്റെ മർമ്മമാണ്, ഖുർആനിൻ്റെ ഉത്ഭവസ്ഥാനമാണ്, ഖുർആനിൻ്റെ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഈ ഫാത്തിഹ എന്ന് പറയുന്നത്. ഒന്നുകൂടി വിശദീകരിച്ചാൽ ഫാത്തിഹ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ്റെ ഒരു സമ്മറിയാണ്. നമ്മൾ ആ രീതിയിലാണ് അതിനെ മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് മക്കിയ പറയും. മക്കിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിപ്പിച്ച അധ്യായങ്ങളും വചനങ്ങളുമാണ്. രണ്ടാമത്തേത് മദനിയ അഥവാ ഹിജ്റയ്ക്ക് ശേഷം അവതരിപ്പിച്ച അധ്യായങ്ങളും വചനങ്ങളുമാണ്. ഫാത്തിഹ മക്കിയ ഗണത്തിൽപ്പെട്ടതാണ്. അഥവാ മക്ക ജീവിതകാലത്താണ് ഫാത്തിഹ അവതരിച്ചത്. അതും അതിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ്. അത് ഖുർആനിലെ സൂറത്തു ഹിജ്റിലെ 87-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം. നിശ്ചയമായും ആവർത്തിത വചനങ്ങളിൽപ്പെട്ട 7 എണ്ണവും മഹത്തായ ഖുർആനും നാം നിനക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ സൂറത്തുൽ ഹിജ്ർ മക്കിയാണ്. സൂറത്തുൽ ഹിജ്ർ മക്കിയാണ്.
ആ മക്കി സൂറത്തിലാണ് ഇത് പറയുന്നത്. ഈ ആവർത്തിത വചനങ്ങൾ എന്ന് പറയുന്നത് ഫാത്തിഹ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാത്തിഹ മക്കിയാണ് എന്ന് തന്നെയാണ്. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണ്, അഥവാ 7 വചനങ്ങളാണ്. നമ്മൾ ഈ അധ്യായം മാത്രം ഒരല്പം വിശദീകരിച്ച് മനസ്സിലാക്കുകയാണ്. മറ്റുള്ള അധ്യായങ്ങളിലേക്കൊക്കെ നമ്മൾ പ്രവേശിച്ചാൽ അതിൻ്റെ ഏകദേശ ആശയം വിവരിച്ചു പോവുക മാത്രമേ ചെയ്യൂ. ഇത് ഒന്നുകൂടി ഇതിൻ്റെ ആഴത്തിലേക്ക് പോവുകയാണ്. അതിന് കാരണം 5 നേരത്തെ നിർബന്ധമായ നമസ്കാരങ്ങളിൽ ഒരു മുസ്ലിം 17 പ്രാവശ്യം ദിനംപ്രതി അത് പാരായണം ചെയ്യുന്നു. അതിൻ്റെയൊക്കെ പുറമെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഒരുപാട് തവണ വേറെയും ആവർത്തിക്കുന്നു. ഇങ്ങനെ ആവർത്തിക്കാൻ സിട്ടാവ് നമ്മളോട് കൽപ്പിച്ച ഈ 7 വചനങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ നമസ്കാരങ്ങളിൽ ഇത് പാരായണം ചെയ്യുന്നത് കേവലം യാന്ത്രികമായി മാറിയിട്ടുണ്ട്. ആ യാന്ത്രികതയിൽ നമുക്കൊരു മോചനം ഉണ്ടാകണം. അങ്ങനെ മോചനം ഉണ്ടാകണമെങ്കിൽ ഈ ഫാത്തിഹയെ നമുക്ക് യഥാർത്ഥത്തിൽ തദബ്ബുർ ചെയ്യാൻ കഴിയണം, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയും. ഇനി മുതൽ ഈ ഫാത്തിഹയെ നമ്മൾ പഠിച്ച ശേഷമുള്ള നമ്മുടെ നമസ്കാരങ്ങൾ തീർച്ചയായും അനുഭവിച്ചും ആസ്വദിച്ചുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരല്പം വിശദീകരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിലാർക്കും ഒരു മടുപ്പോ പ്രയാസമോ ഒന്നും തോന്നരുത്. ഇത് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് നമ്മളോട് ചുരുങ്ങിയത് 17 തവണ നിർബന്ധമായി ഒരു ദിവസം പാരായണം ചെയ്യാൻ ഇത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് വലിയ സവിശേഷതയുണ്ട് എന്നതാണ്. അപ്പോൾ ആ സവിശേഷത ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ഞാൻ എല്ലാ ശ്രേഷ്ഠതകളും കൂടി ഇവിടെ എടുത്ത് പറയുന്നില്ല. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഫാത്തിഹയ്ക്കൊരു തഫ്സീറുണ്ട്, തഫ്സീറുൽ ഫാത്തിഹ. അതിൽ അദ്ദേഹം കുറേ ഫളായിലുകൾ അഥവാ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകൾ എണ്ണി പറഞ്ഞു. നമുക്ക് വളരെ സ്പീഡിൽ അതൊന്ന് എണ്ണി നോക്കാം, മുഴുവനല്ല, വളരെ കുറച്ച്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ശ്രേഷ്ഠത, ഒരു സംഗതിയുടെ ശ്രേഷ്ഠത മനസ്സിലാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കതിനെ ഉൾക്കൊള്ളാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുക. അതിലൊന്നാമത്തേത് ഫാത്തിഹ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു തരുന്നത് അൻ അബീ സഈദ് ബിനുൽ മുഅല്ല ഖാൽ, ഒരു സംഭവം അബൂ സഈദ് ബിനുൽ മുഅല്ല റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഅല്ലിമുക സൂറത്തൻ ഹിയ അഅ്ളമു സൂറത്തിൻ ഫിൽ ഖുർആൻ ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്. അദ്ദേഹം നബി പള്ളിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തോട് നബി ചോദിക്കുകയാണ്, ഈ പള്ളിയിൽ നിന്ന് ഈ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരധ്യായം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? എന്നിട്ട് ഫഅഖദ ബിയദയ്യ, അബൂ സഈദ് ബിനുൽ മുഅല്ല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ 2 കൈയും പിടിച്ചു. ഫലമ്മ അറാദ അൻ യഖ്റുജ മിനൽ മസ്ജിദ്, അങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നബിയോട് ഞാൻ ചോദിച്ചു, നബിയെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, പഠിപ്പിച്ചു തരാമെന്ന്, അതേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയ സബ്ഉൽ മസാനി. അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന 7 ആവർത്തിത വചനങ്ങളുള്ള സൂറത്തുൽ ഫാത്തിഹയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഈ ഫാത്തിഹ പോലെയുള്ള ഒരു അധ്യായം മറ്റു വേദങ്ങളിലൊന്നുമില്ല, ഖുർആനിൽ തന്നെയും ഇല്ല. ഖുർആനിൽ ഇതല്ലാത്ത ഇതുപോലെയുള്ള ഒരധ്യായമില്ല, മറ്റു വേദങ്ങളായ തൗറാത്തിലോ ഇഞ്ചീലിലോ ഇല്ല. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് പറയുന്നുണ്ട്, മാ അൻസലല്ലാഹു തബാറക വതആല ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി മിസ്ല ഉമ്മിൽ ഖുർആൻ.
ഉമ്മുൽ ഖുർആൻ എന്ന ഹദീസിൽ വന്ന പേരാണ്. ഉമ്മുൽ ഖുർആൻ പോലെയുള്ള ഒന്ന് തൗറാത്തിലോ ഇഞ്ചീലിലോ അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. മൂന്നാമത്തെ സവിശേഷത, ഈ അധ്യായം അള്ളാഹുവുമായി വിശ്വാസികൾക്ക് സംഭാഷണം നടത്താനുള്ള അധ്യായമാണ്, മുനാജാത്ത് നടത്താനുള്ള അധ്യായമാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ, പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് 17 തവണ നിർബന്ധമായി ഇത് വായിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇത് പാരായണം ചെയ്യാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, 17 തവണ നിർബന്ധമായി നമ്മൾ നമ്മുടെ റബ്ബുമായി സംസാരിക്കുകയാണ്. അതാണ്, റബ്ബുമായി നമ്മൾ സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശദീകരിച്ചത് പറഞ്ഞു തരുന്നത്. നബി തിരുമേനി പറഞ്ഞു, ഖസംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. അസ്സലാത്ത്, ഞാൻ പറഞ്ഞു ഫാത്തിഹയ്ക്ക് സ്വലാത്ത് എന്ന് പേരുണ്ട് എന്ന്. ഈ സ്വലാത്ത് എന്ന് പറഞ്ഞ ഫാത്തിഹയാണ്. ഫാത്തിഹയെ ഖസംതു ബൈനി വബൈന അബ്ദി, എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ ഞാൻ 2 ഭാഗമായി വിഭജിച്ചിട്ടുണ്ട്. ഖുദ്സിയായ ഹദീസാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് ഞാൻ ചോദിച്ചത് കിട്ടും. എന്നിട്ട് നബി ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോക്കൂ, സംഭാഷണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്താൽ ഖാലല്ലാഹ് ഹമിദനി അബ്ദി, അള്ളാഹു പറയും എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോന്നും. അർറഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഹാദാ ബൈനി വബൈന അബ്ദി, ഇതെൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള ഒന്നാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അത് അവൻ തീർച്ചയായും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഹാദാ ലി അബ്ദി, ഇതെൻ്റെ അടിമക്ക് മാത്രമുള്ളതാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് ചോദിച്ചത് ഞാൻ കൊടുക്കും. നോക്കൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതൊരു സംഭാഷണമാണ്. അപ്പൊ അതാണ് ഫാത്തിഹ. ആവർത്തിച്ച് പാരായണം ചെയ്യാൻ കൽപ്പിച്ചതിൻ്റെ കാര്യവും അതാണ്. ഇതുപോലെയുള്ള ഒരു അധ്യായം ഖുർആനിൽ വേറെ ഇല്ല. ഇങ്ങനെ ഒരു സംഭാഷണം എന്ന് പറയാവുന്ന ഒരു അധ്യായം വേറെ ഇല്ല. സുബ്ഹാനല്ലാഹ്, അതാണ് ഫാത്തിഹ. നമ്മളിനി ഫാത്തിഹ നമസ്കാരത്തിലൊക്കെ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരു സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മൾ തന്നെ കേൾക്കും അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നതായിട്ട് ഓരോന്നും. സുബ്ഹാനല്ലാഹ്. നാലാമത്തെ പ്രത്യേകത, എല്ലാ വേദങ്ങളുടെയും ആകത്തുകയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ ആകത്തുകയാണ് ഫാത്തിഹ. ഒരുപാട് വേദങ്ങളുണ്ട്, ഒരുപാട് വേദങ്ങൾ. പേര് പരാമർശിക്കപ്പെട്ട വേദങ്ങളുണ്ട്, പേര് പരാമർശിക്കപ്പെടാത്ത വേദങ്ങളും ഏടുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ രത്ന ചുരുക്കമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത്. ഈ ഖുർആനിൻ്റെ രത്ന ചുരുക്കമാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഫാത്തിഹയെക്കുറിച്ച് ഇത് പറയുമ്പോൾ. ഇതൊക്കെ ഫാത്തിഹയുടെ സവിശേഷതകളാണ്. നോക്കൂ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫാത്തിഹ ആരംഭിക്കുന്നതിന് മുമ്പ്, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇസ്തിആദത്ത് നടത്തണം എന്നതാണ്. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയലാണ്. അത് ഖുർആനിൽ പെട്ടതല്ല ഇസ്തിആദത്ത്, അഥവാ ഖുർആനിലെ ഒരായത്തല്ല. അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, ഫഇദാ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടണം എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത്. ഇസ്തിആദത്തിന് മറ്റു 2 രീതികൾ കൂടിയുണ്ട്. ഞാൻ ആ 2 രീതികൾ കൂടി പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെയും ചെയ്യണം എന്ന നിലക്കാണ്. അതിൽ രണ്ടാമത്തേത് അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്നതാണ്. അഊദു ബില്ലാഹി
അസ്സമീഅ് അൽ അലീം, എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന, സമീഅ് അലീം, റബ്ബിനോട് എന്നാണ്. അള്ളാഹുവിൻ്റെ രണ്ട് സിഫത്തുകൾ ചേർത്തു എന്നാണ്. അത് അങ്ങനെയും ഈ പിന്നെ ഇസ്തിആദത്ത് വന്നിട്ടുണ്ട്. മൂന്നാമത്തേത് അഊദു ബിറബ്ബി മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിഹി അൻ യഹ്ദുറൂൻ എന്നാണ്. അങ്ങനെയും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഇതല്ലാത്ത ഹദീസുകളിൽ വന്ന മറ്റു ചില രീതികളുമുണ്ട്. ഇതൊക്കെ ആകാം. എന്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ? അഊദു എന്നത് അതാണ് യഊദു. അഊദു ഔദിൽ നിന്നാണ്. അറബി ഭാഷയിൽ എപ്പോഴും 3 അക്ഷരങ്ങൾ ഉണ്ടാകും. സുലാസി പദം അതാണ് ആദയ ഔദ്. 2 ആശയങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തേത് അഊദു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരാശയമാണ്. കാവലിനെ തേടുന്നു, രക്ഷ ചോദിക്കുന്നു. അതിലുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ പാരമ്യമാവുക. രണ്ടാമത്തെ അർത്ഥം അൽ ഇൽത്തിസാഖ് എന്നാണ്. ഈ നമ്മൾ സാധാരണ മാംസം കഴിക്കാറുണ്ട്. ആടിനെ കറുത്തിട്ട് മാംസം കഴിക്കുമ്പോൾ സാധാരണ അറബികൾ പറയും അത്യബുൽ ലഹ്മി അബദുഹു എന്ന് പറയും. ഏറ്റവും ടേസ്റ്റിയായ മാംസം അബദുഹു, ഈ എല്ലിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ്. എല്ലിനോട് ചേർന്ന് നിൽക്കുന്നത് നല്ല ടേസ്റ്റുള്ള മാംസമായിരിക്കും. അപ്പോൾ ഇവിടെ അഊദു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാശയമുണ്ട്. അഥവാ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞ കാവലിനെ തേടുക എന്ന്. ആ ആശയത്തിൽ അഊദു ബില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു, രക്ഷ തേടുന്നു എന്നൊക്കെയാണ് അഊദു ബില്ലാ. രണ്ടാമത്തേത് ഒട്ടിച്ചേർന്നത് എന്ന അർത്ഥത്തിൽ അഊദു പറയുമ്പോൾ അതിൻ്റെ ആശയം അൽതസിഖു നഫ്സി ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തോട്, ഔദാര്യത്തോട്. അത് ബില്ലാഹി എന്ന് പറഞ്ഞാൽ അവിടെ ബിറഹ്മത്തില്ലാഹി വഫദ്ലിഹി, കാരുണ്യത്തോട് ഞാൻ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു എന്നാണ്. അപ്പൊ 2 ആശയം യഥാർത്ഥത്തിൽ ഇസ്തിആദത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ ഇത്രയും ഇത് കുറച്ച് ഗൗരവമുള്ള ഒരു കാര്യമാണ്. ശൈത്താനിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. വിശേഷിച്ചും സഹോദരന്മാരെ, ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ ഒരു കൽപ്പന വേറെ ഒന്ന് ചെയ്യുമ്പോഴും നടത്താൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഖുർആൻ നിങ്ങൾ ഫഇദാ ഖറഅ്തൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇസ്തിആദത്ത് നടത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരിൽ നിന്നാണ് ഇസ്തിആദത്ത്? ശൈത്താനിൽ നിന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശൈത്താൻ ഏറ്റവും കൂടുതൽ നമ്മെ അറ്റാക്ക് ചെയ്യാൻ സാധ്യത ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് എന്ന്. അത് ഇനി ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അത് ഫീൽ ചെയ്യും, ഒരു സംശയമില്ല. ഏറ്റവും കൂടുതൽ തിരക്ക് വരിക ചൊവ്വാഴ്ച 7 മണിക്കായിരിക്കും. വളരെ ബിസിയായി നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, ഒരുപാട് എക്സ്ക്യൂസുകൾ നമ്മുടെ ഉള്ളിൽ വരും. നമ്മൾ ഈ ഇസ്തിആദത്ത് പറഞ്ഞ് പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും ബോധ്യമാകും. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ തുടങ്ങുമ്പോൾ ഇസ്തിആദത്ത് വേണം എന്ന് അള്ളാഹു പ്രത്യേകമായി പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഫഇദാ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ, നീ ഖുർആൻ പഠിക്കാനൊരുങ്ങുമ്പോൾ, ഖുർആൻ വായിക്കാനൊരുങ്ങുമ്പോൾ, ഖുർആനിൽ നിന്ന് നിന്നെ വിദൂരമാക്കാൻ സാധ്യതയുള്ള ഈ പിശാചിന്റെ ഈ പ്രയാസത്തിൽ നിന്ന് അള്ളാഹുവിനോട് നീ രക്ഷ ചോദിക്കണം എന്ന്. നോക്കൂ, അഊദു ബില്ലാ, അള്ളാഹ് എന്നതാണ് ബില്ലാ എന്നായത്. അള്ളാഹ് എന്ന വാക്ക് അതിൻ്റെ മുമ്പ് കെസ്റ് വരുന്ന ഹർഫ് എന്ന് പറഞ്ഞാൽ ബ, മിൻ അതുപോലെയുള്ള അക്ഷരങ്ങളൊക്കെ വന്നാൽ അപ്പോൾ അതിന് പിന്നെ ലാ എന്ന് വായിക്കും. ബില്ലാ, അഊദു ബില്ലാ. മനസ്സിലായില്ലേ? അഊദു ബില്ലാഹി, അതാണ് ലാ ആയത്. അള്ളാഹ് എന്നാണ് യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ.
എന്താണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹ് എന്നത് അള്ളാഹുവിൻ്റെ അസ്മാകളുടെ പേരുകളിലെ ഏറ്റവും അടിസ്ഥാനമായ പേരാണ്. അള്ളാഹുവിൻ്റെ റാത്ത്, സത്താനാമം എന്ന് വേണമെങ്കിൽ പറയാം അള്ളാഹ്. അതിനും ഭാഷയിൽ അതിനൊരു റൂട്ടുണ്ട്. അള്ളാഹ് എന്നത് അലിഹ എന്നതിൽ നിന്ന് വന്നതാണ്. അലിഹ യഅ്ലഹു, ഇലാഹ്, ആ ഇലാഹാണ് അള്ളാഹ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അള്ളാഹ്. അപ്പൊ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹ് ആക്കുന്നവൻ. ഇലാഹ് ആരാണോ അവനാണ് ആര്? അള്ളാഹ്. അൽ ഇലാഹാണ് എന്തായത്? അള്ളാഹ് ആയത്. സാധാ എല്ലാ ഇലാഹുമല്ല, അൽ ഇലാഹ്. അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ്. അതാണ് അള്ളാഹ് ആയത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ, ഷെയ്ത്താനിൽ നിന്ന് എന്നാണ്. നോക്കൂ, അതുകൂടി മനസ്സിലാക്കുന്നു. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ അതിനും ഒരു റൂട്ടുണ്ട്. ഷതന എന്നതിൽ നിന്നാണ് ഷെയ്ത്താൻ വന്നത്. ഷതന, ഷതന യഷ്തനു. ഷതന എന്ന് പറഞ്ഞാൽ ബഅദ എന്നാണ് അർത്ഥം, വിദൂരമാവുക എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ഷെയ്ത്താൻ എന്ന് ഷെയ്ത്താനിന് പേര് കിട്ടാനുള്ള പ്രധാന കാരണം, ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ബഈദുൻ ബിതബഇഹി അൻ തിബാഇൽ ബശർ എന്നാണ്. ബഈദുൻ ബിതബഇഹി അൻ തിബാഇൽ ബശർ. മനുഷ്യന്റെ സ്വാഭാവികമായ കാരണങ്ങളാൽ കൊണ്ട് തന്നെ മനുഷ്യരിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു ജീവിയാണ്. മനുഷ്യന്റെ ഒരു പ്രകൃതവും ആർക്കില്ല? ഷെയ്ത്താനില്ല. അതുപോലെ ബഈദുൻ ബിഫിസ്ഖിഹി അൻ കുല്ലി ഖൈർ, അവന്റെ തമ്മാടിത്തരം കൊണ്ട് എല്ലാ തിന്മയിൽ നിന്നും അകലെയാണ് അവൻ. അതുകൊണ്ടാണ് ഷെയ്ത്താൻ എന്ന് പേര്. മനസ്സിലായില്ലേ? അറബികൾ സാധാരണ പറയാറുണ്ട് തശൈത്തന ഫുലാൻ എന്ന് പറയും. തശൈത്തന ഫുലാൻ എപ്പോൾ? ഇദാ ഫഅല ഫിഅല ശയാത്തീൻ, പൈശാചികമായ പ്രവർത്തനങ്ങൾ ഒരാളിൽ നിന്ന് വന്നാൽ അയാളെ കുറിച്ച് പറയും തശൈത്തന ഫുലാൻ, ഇന്ന ആൾക്ക് ആ പൈശാചികമായ പ്രവർത്തനങ്ങൾ വന്നു എന്ന് പറയും. അതിനുപയോഗിക്കുന്ന വെർബാണ് എന്ത്? തശൈത്തന. അപ്പൊ അതിൽ നിന്നാണ് എന്ത്? ഷെയ്ത്താൻ വന്നത്. സാങ്കേതികമായി ജിന്നുകളിലും ഇൻസുകളിലും പെട്ട എല്ലാ തമ്മാടികളുടെയും എല്ലാ നന്മയിൽ നിന്ന് അകലെ നിൽക്കുന്നവരുടെയും പേരാണെന്ത്? ഷെയ്ത്താൻ എന്ന്. അല്ലാഹു തആല സൂറത്ത് അൻആമിലെ 112-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിൻ. ശയാത്തീനൽ ഇൻസി വൽ ജിൻ. ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും എന്തുണ്ട്? ഷയാത്തീനുകളുണ്ട്. അത് എല്ലാ നബിമാർക്കും ശത്രുവായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും, നബിമാർക്ക് മാത്രമല്ല എല്ലാവർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂദർ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, യാ അബാദർ തഅവ്വദ് ബില്ലാഹി മിൻ ശയാത്തീനിൽ. അബൂദറെ, ജിന്നിലും ഇൻസിലും പെട്ട ഷയാത്തീനിൽ നിന്ന് നീ കാവലിനെ തേടും എന്ന് പറഞ്ഞു, കൽപ്പിച്ചു. അപ്പൊ അബൂബദർ പറയാണ്, ഫഖുൽതു, ഞാൻ ചോദിച്ചു, അവലിൽ ഇൻസി ഷയാത്തീൻ, മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഷെയ്ത്താനുകൾ ഉണ്ടോ? നബി പറഞ്ഞു, അതെ, മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഷെയ്ത്താനുണ്ട് എന്ന്. പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനി അർ-റജീം. റജീം എന്നത് അറബി ഭാഷയുടെ ഗ്രാമർ അനുസരിച്ച് ഫഈൽ എന്ന വസനിലാണ്. റജീം, റജമ എന്നാണ് അതിന്റെ അസൽ. റജം എന്ന് പറഞ്ഞാൽ എറിയുന്നതിന് റജമു എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ റജീം എന്ന് പറഞ്ഞാൽ എന്താ? എറിയപ്പെട്ട, ആട്ടപ്പെട്ട, മനസ്സിലായില്ലേ? ശപിക്കപ്പെട്ട എന്നൊക്കെ പറയാം. മനസ്സിലായല്ലോ? അതാണ് എന്ത്? റജീം എന്ന്. റജീം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ റജീം എന്നതുകൊണ്ട് റജീം. ചില പിന്നെ അറബി ഭാഷയുടെ ആഴത്തിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകുന്നത് റജീം എന്ന് ഈ ഷെയ്ത്താനിന് പേര് കിട്ടാൻ പ്രത്യേകമായൊരു കാരണമുണ്ട് എന്ന് തന്നെയാണ്. കാരണം പല സന്ദർഭങ്ങളിലും എറിഞ്ഞാട്ടപ്പെട്ടവനായിട്ടുണ്ട് പിശാച്. ഇബ്രാഹിം നബി പിശാചിനെ എറിഞ്ഞാട്ടിയ സംഭവങ്ങളുണ്ട്. അതുപോലെ മലക്കുകൾ എറിഞ്ഞാട്ടിയ സംഭവമുണ്ട്. ആ അർത്ഥത്തിലൊക്കെ റജീമാണ്. അപ്പൊ അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനി അർ-റജീം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് അതിൻ്റെ
ഭാഷാർത്ഥം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഇസ്തിആദത്തിന്റെ കുറച്ചുകൂടി ഗൗരവത്തിൽ ഇസ്തിആദത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഇസ്തിആദത്ത് വേണം എന്ന്. എന്തുകൊണ്ടായിരിക്കും അത്? എന്താണത്? അങ്ങനെ ചെയ്യണം ഒരു നിർബന്ധമല്ല, എന്നാൽ പോലും നല്ലതാണ്. ഇസ്തിആദ് അഊദു എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അഊദുവിന്റെ രണ്ടാശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണേ, അപ്പോഴാണ് സത്യത്തിൽ ഇത് നമുക്ക് കൂടുതൽ ബോധ്യമാവുകയുള്ളൂ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട സംഗതി എന്തുകൊണ്ടായിരിക്കണം അത്. അതൊരു ചോദ്യവും ഉത്തരവുമായി നമ്മൾ മനസ്സിലാക്കാം. അതിന്റെ ഒന്നാമത്തെ കാരണം, ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, അള്ളാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അഭയം തേടുകയാണ്. അള്ളാഹുവിലേക്ക് അഭയം തേടുകയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആവശ്യപ്പെടുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അള്ളാഹു എന്ന വലിയ ശക്തിക്ക് നാം നമ്മളെ സമർപ്പിക്കുകയാണ്. അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ ആശയത്തിൽ പറഞ്ഞാൽ അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് നാം ആഗ്രഹിക്കുകയാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരത്തെ റിസീവ് ചെയ്യാൻ നമ്മൾ റെഡിയാവുക എന്നാണ്. അതിനെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയാവുക എന്നാണ്. സ്വാഭാവികമായി അള്ളാഹുവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കാൻ നാം റെഡിയാകണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? നല്ല രീതിയിൽ അത് സ്വീകരിക്കാവുന്ന അവസ്ഥയിലായിരിക്കണം. നല്ല രീതിയിൽ അത് സ്വീകരിക്കണമെങ്കിൽ നാം ശുദ്ധമായിരിക്കണം. അപ്പൊ അതിന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അത് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒരു സംഗതിയാണ്. നോക്കൂ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യന്റെ ആജീവനാന്ത ശത്രുവാണ് ശൈത്താൻ. മനുഷ്യന്റെ നന്മയിൽ ഏറ്റവും അസൂയാലുവാണ് ശൈത്താൻ. അത് നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു രൂപം എപ്പോഴും ഉണ്ടാകണം. എൻ്റെ ശത്രുവാണ് ശൈത്താൻ. മനസ്സിലായി? ശൈത്താൻ എന്താ എന്ന് നമുക്ക് ബോധ്യമായല്ലോ. നമ്മളെ നന്മയിൽ നിന്ന് അകറ്റുന്ന എല്ലാം എന്താണ്? ശൈത്താൻ. ഇപ്പൊ ശൈത്താൻ ഒരു സ്വഭാവമുണ്ട്. ശൈത്താൻ നമ്മിലേക്ക് വരിക, ഇത് രണ്ടു തരം ശൈത്താനുകളെ കുറിച്ച് പറഞ്ഞു നമ്മൾ. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബോധ്യമാകും. നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ജീവിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പരിചയപ്പെടുത്തുന്ന ജിന്നുകളിൽപ്പെട്ട ശൈത്താൻ. ഒരു അദൃശ്യ ജീവിയാണ്. അവന്റെ ഉപദ്രവങ്ങളെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് തിട്ടപ്പെടുത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഗോപ്യമാണ്. അള്ളാഹു പറയുന്നുണ്ട്, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഏതൊക്കെ രൂപത്തിൽ പിശാച് നമ്മളുടെ അടുത്ത് വരും, എങ്ങനെ വരും എന്നാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എവിടെയാണോ നമ്മുടെ വീക്ക്നെസ്, അവിടെയാണ് ശൈത്താൻ. അതാണ് ഇബാദത്തുകളിൽ വിശേഷിച്ചും. നോക്കൂ, നമ്മുടെ സലാത്ത്, നമസ്കാരം വളരെ ശക്തമാണെങ്കിൽ പിശാച് നമ്മളിലേക്ക് സമീപിക്കുക നമസ്കാരത്തിലൂടെ ആവില്ല, വേറെ ാണ് വരിക. നമ്മൾ എപ്പോഴും എങ്ങനെ अफजल का फोन आ गया फिर വരിക. എങ്ങനെയാണ് എനിക്ക്
നിങ്ങൾ കേൾക്കാതെ പോയോ? ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചു, ഈ ശൈത്താൻ ആണോ വീക്ക്, അവിടെ ശൈത്താൻ വീക്ക്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മുടെ ഈ വീക്ക് പോയിന്റ് ഏതാണ് എന്ന് വളരെ കൃത്യമായി ആർക്കറിയും? ശൈത്താൻ. എന്നിട്ട് ശൈത്താൻ എന്ത് ചെയ്യും? അതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതാണ് ഞാൻ പറഞ്ഞ ഭയങ്കരമായ ഈ അസൂയാലുമാണ് എന്ന്. നമ്മൾ പറഞ്ഞല്ലോ രണ്ട് തരം പിശാചുക്കളുണ്ട് എന്ന്. മനുഷ്യ പിശാചുക്കളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യ പിശാചുക്കളെ നമ്മൾ കാണും. മനസ്സിലായില്ലേ? കാണാത്ത പിശാചുക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു സൃഷ്ടിച്ച ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ. ഖുർആൻ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ഖുർആന് 3 സ്ഥലങ്ങളിൽ അതിമനോഹരമായി ഈ കാര്യം പറഞ്ഞു തരുന്നു. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനത് പറയണത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ യഥാർത്ഥത്തിൽ ഈ 2 പിശാചിന്റെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആണ് ശരിക്കും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വളരെ ഒന്നും കൂടി കൃത്യമായിട്ട് പറയാം. ചിലപ്പോൾ ചൊവ്വാഴ്ച 7 മണിക്കായിരിക്കും നമ്മുടെ ഏതെങ്കിലും രൂപത്തിലുള്ള മനുഷ്യ പിശാചുക്കൾ നമ്മളെ വിളിച്ചുകൊണ്ടുപോകണം. അത് പറയാൻ തന്നെയാണ് ഞാനത് പറയുന്നത്. 3 രംഗങ്ങൾ അള്ളാഹു പറയുന്നു. ഒന്നാമത്തെ സൂറത്ത് ആറാഫിലെ 199-200 വചനങ്ങളാണ് 2 പിശാചുക്കളെയും ചേർത്ത് പറയുന്നത്. ഒന്നാമത്തേത് പറഞ്ഞത് ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. നീ വിട്ടുവീഴ്ച ചെയ്യേണ്ടവനാണ്, മാപ്പ് കൊടുക്കേണ്ടവനാണ്. അതിന് സമ്മതിക്കാത്ത ആളുകളാണ് ജാഹിലുകൾ. അവരെ നീ വിട്ടേക്കണം എന്നാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നന്മ ആഗ്രഹിക്കാത്ത ആളുകളാണ് വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധരാകുക. അവര് പിശാചുക്കളാണ്. എന്നിട്ട് അടുത്ത വചനം എന്താ പറയുക? 200-ാമത്തെ വചനം, وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ إِنَّهُ سَمِيعٌ عَلِيمٌ. ഇത് ചെയ്യേണ്ടി വരുമ്പോ വല്ല പൈശാചികമായ പ്രേരണയും നിന്റെ അടുത്തേക്ക് വന്നാൽ നീ ഉടൻ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്തണം. അത് രണ്ടാമത്തേതാണ്. ഈ പൈശാചികമായ പ്രേരണ വരുന്നത് ഈ രണ്ടാമത്തെ നമ്മൾ കാണാത്ത ജിന്നിയായ ശൈത്താൻ. രണ്ടും ഒരുമിച്ചാ പറഞ്ഞത്. ഇനി കേട്ടോ, സൂറത്തുൽ മുഅ്മിനൂൻ 96-98 വചനങ്ങൾ. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ. അത് മനുഷ്യ പിശാചുകളെ കുറിച്ചാണ്. മനുഷ്യ പിശാചുക്കൾ വരും, മനുഷ്യ പിശാചുക്കൾ നമുക്ക് പ്രശ്നമുണ്ടാക്കും. അപ്പൊ ചെയ്യേണ്ടത് എന്താ? കൂടുതൽ നല്ലത് ഏതാണോ അതുവഴി നീ തിന്മയെ തടുത്തു നിർത്തും. അതാണ് നിന്റെ ബാധ്യത. മനസ്സിലായില്ലേ? തിന്മ വരും, അത് മനുഷ്യ പിശാചുക്കൾ തിന്മ കൊണ്ടുവരും. അപ്പൊ നീ തടുത്തു നിർത്തേണ്ടത് ആ മനുഷ്യൻ ഉപയോഗിച്ച തിന്മ ഉപയോഗിച്ചുകൊണ്ടല്ല. മനസ്സിലായിട്ടല്ലേ പറഞ്ഞത്? ഒരാൾ നമ്മൾ തെറി വിളിച്ചു, നമ്മൾ തിരിച്ച് തെറി വിളിക്കാൻ പാടില്ല. കാരണം തെറി വിളിക്കുന്നവൻ ശൈത്താനാ. നമ്മളവിടെ മനുഷ്യ ശൈത്താനാകാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കറിയാം. അല്ലാഹു പറയാണ്, നിങ്ങൾ ബേജാറാണ്ട, നമുക്കറിയാം എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടുത്ത വാചകം എന്താ പറയോ? വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. എന്നിട്ട് നീ പറഞ്ഞു, എന്റെ റബ്ബേ, പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളിൽ ഞാൻ നിന്നിൽ നിന്ന് ശരണം തേടുന്നു. അവർ എൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്നതിനെ കുറിച്ച് ഞാൻ നിന്നോട് ശരണം തേടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ടും ഒന്നിച്ചു പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു രംഗം അതുകൂടി മനസ്സിലാക്കാം. സൂറത്ത് ഫുസ്സിലത്തിലെ 34-36 വചനങ്ങളാണ്. അത് നമ്മളെപ്പോഴും കേൾക്കുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് ഞാനൊന്ന് വായിച്ചു പോകാം. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ. നന്മയും തിന്മയും സമമല്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നീ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ നന്നായുള്ളത് കൊണ്ട് നീ തിന്മയെ തടുക്കണം. നമ്മളോട് പറയാണ്, ശൈത്താൻ വരും, മനുഷ്യ ശൈത്താൻ വരും തിന്മയുമായി. അപ്പൊ നീ എന്ത് ചെയ്യരുത്? തിന്മയുമായി അവൻ വന്നാൽ തിന്മ കൊണ്ട് നീ തടുക്കരുത്. എനിക്ക് റൈറ്റ് ഇല്ല, എനിക്ക് അവകാശമില്ല, ഒക്കെ ഉണ്ടാകാം, പക്ഷെ പിശാചാകരുത്. ഈ ഒരു രീതി നീ സ്വീകരിക്കാൻ സന്നദ്ധനായാൽ ഏത് ശത്രുതയുള്ളവനും നിന്റെ ആത്മമിത്രമായി മാറുന്നത് നിനക്ക് കാണാൻ സാധിക്കും. ഇത് അത്ഭുതമാണ് സഹോദരന്മാരെ. കാരണം ഇത് പിശാച വന്നത് അതുകൊണ്ടാണ് അത്ഭുതകരമാണ്. നോക്കൂ, അടുത്ത വാചകം എന്താ അറിയോ?
അതാണ് രസം. വമാ യുലഖഹ ഇല്ലല്ലദീന സബറു വമാ യുലഖഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം. നല്ല സബറുള്ളവർക്കും മഹാഭാഗ്യം ചെയ്തവർക്ക് ഇത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. നേരത്തെ പറഞ്ഞ അതേ ആശയമാണ്. പിശാചിൽ നിന്നുള്ള വല്ല പ്രേരണയും ഉൾപ്രേരണയും നിന്റെ അടുത്തേക്ക് വന്നാൽ നീ എന്ത് ചെയ്യണം? അത് ദുഷ്പ്രേരണയാണ്. അങ്ങനെ വല്ലതും ഇളക്കി വിടപ്പെട്ടാൽ നീ അള്ളാഹുവിൽ ശരണം തേടണം. നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് 2 തരം പിശാചുക്കളുണ്ട് എന്ന് പറയാനാണ്. രണ്ടും ഒരുമിച്ച് 3 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ പിശാചിനെ കുറിച്ച് സദാ ബോധവാന്മാരാകണം. അള്ളാഹു തആല സൂറത്ത് ഫാത്തിറിലെ 6-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. നിശ്ചയമായും പിശാചി നിങ്ങൾക്ക് ശത്രുവാണ്, അതിനാൽ നിങ്ങൾ അവനെ ശത്രുവാക്കി വെക്കണം. നമുക്ക് ആകെ ഒരു ശത്രുവേ ഉള്ളൂ. ആരും ഇവിടെ നമുക്ക് വേറെ ശത്രുവില്ല. ഇവിടെ ഒരൊറ്റ ആളും നമ്മളെ ശത്രുവല്ല. ആരൊഴികെ? പിശാച് ഒഴികെ. അവരെ നിങ്ങൾ ശത്രുവായി കാണണം. കാരണം അല്ലാഹു പറയുന്നത് എന്താ? ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. അവൻ തന്റെ കക്ഷിയെ ക്ഷണിക്കുന്നത് കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ ആൾക്കാരാകാനാണ്. തന്റെ കക്ഷി എന്ന് പറഞ്ഞാൽ ആരാ? ഈ ശൈത്താന്റെ പ്രേരണയ്ക്ക് വിധേയമായി ജീവിക്കുന്നവന്. അപ്പൊ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, പിശാചിന്റെ ദുഷ്പ്രേരണകൾ, അത് മനുഷ്യ പിശാചായാലും ജിന്ന് പിശാചായാലും വശംവദരാകാൻ ഇടയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്ത് വേണം? ഇസ്തിആന. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. വിശേഷിച്ചും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇത് കൃത്യമായി വേണം. കാരണം ഏറ്റവും കൂടുതൽ പിശാച് നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. അത് ഇനി തുടർന്ന് അങ്ങോട്ട് ഖുർആൻ പഠിക്കുന്നവരെന്ന നിലക്ക്, ഖുർആൻ തദബ്ബുർ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവരെന്ന നിലക്ക് ഏറ്റവും കൂടുതൽ ഇത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. അപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. അതെല്ലാവരും ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യ പിശാചുക്കളെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പേർ തമ്മിൽ നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചു. അതിൽ ഒരാളുടെ മുഖം കോപം കൊണ്ട് ചുകന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പറഞ്ഞു, എനിക്കൊരു വാക്കറിയാം, അതവൻ പറഞ്ഞിരുന്നുവെങ്കിൽ അവനിൽ കാണുന്ന ആ കോപം അവനെ ഇപ്പം വിട്ടുപോകും പറഞ്ഞു. അപ്പൊ ആളുകളൊക്കെ ശ്രദ്ധിച്ചു, ഏതാണ് ആ വാക്ക് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പറഞ്ഞു കൊടുത്തു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നോക്കൂ, ഞാനിത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ഗൗരവം ബോധ്യമാകാനാണ്. അപ്പോ നമ്മൾ എന്തുകൊണ്ട് ഇത് ചൊല്ലണം എന്നത് വളരെ കൃത്യമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇനി ഈ ഇസ്തിആദത്ത് വരുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഈ സംഗതികളൊക്കെയാണ്. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ, നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും ദുർബലമായ ഏരിയയിലൂടെയാണ് പിശാച് വരിക. അപ്പൊ ആ ദുർബലമായ ഏരിയയിൽ നമുക്ക് ആരുടെ സഹായം ഉണ്ടാകണം? അള്ളാഹു നമ്മളെ ശക്തിപ്പെടുത്തണം, അള്ളാഹു നമ്മളെ സഹായിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു ശക്തി നമുക്ക് ഉണ്ടാവുകയും. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ശൈത്താന്റെ ചരിത്രം പറയുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആദം നബിയെ ശൈത്താൻ പറ്റിച്ച കഥ പറഞ്ഞിരുന്നു അല്ലേ? അവിടെ പറയുന്നത്, യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ. അങ്ങനെ പറയുന്നു, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, നിങ്ങളെ ശൈത്താൻ വിപത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ഏതുപോലെ? കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ പിതാക്കളെ പിന്നെ ആദമിനെയും ഹവ്വയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ എന്താ സംഭവിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത്. എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു കൊടുത്തില്ല. എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു കൊടുത്തു അല്ലേ? ഇവിടെ ഈ ശൈത്താൻ എന്ന സംവിധാനത്തെ അള്ളാഹു ഉണ്ടാക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ്. എല്ലാം സ്വർഗത്തിൽ ഒരുപാട്
പിന്നെ വൃക്ഷങ്ങൾ, ഒരുപാട് തരം പഴങ്ങളുള്ള വൃക്ഷങ്ങൾ, ഒരുപാട് സംഗതികൾ, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അള്ളാഹു ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ. അല്ലേ? അങ്ങനെ പറഞ്ഞു. ഈ മരത്തിൻ്റെ അടുത്തേക്ക് മാത്രം വരരുത്, അതിനെ സമീപിക്കരുത്, അവിടെ വന്നാൽ എന്താവും? പ്രശ്നമാകും. നോക്കൂ, ആദം നബിക്കും ഹവ്വാ ബീവിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ക്ഷീണമോ അധ്വാനമോ ഇല്ലാതെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഒരു കൽപ്പന പറഞ്ഞു, ഒരു വിലക്കൽ മാത്രം. പക്ഷെ എന്താ സംഭവിച്ചത്? അള്ളാഹു തന്നെ അത് പറഞ്ഞു തരുന്നുണ്ട്. ശൈത്താൻ അവരുടെ അടുത്ത് വന്ന് വസ്വാസ്, പ്രലോഭനം നടത്തി. രണ്ട് പ്രലോഭനങ്ങളാണ് നടത്തിയത്. ഒന്നാമത്തെ പ്രലോഭനം, മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ ഇല്ലാ അൻ തകൂനാ മലക്കൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. ഈ മരത്തിന്റെ അടുത്തേക്ക് അടുക്കരുത്, നിങ്ങളോട് അള്ളാഹു വിരോധിക്കാനുള്ള കാരണം നിങ്ങൾ മലക്കുകളാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാശ്വതരായി ഇവിടെ ജീവിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ്. ആദ്യത്തെ വസ്വാസം. നിങ്ങൾ ആലോചിച്ചു അല്ലേ? സൂറത്ത് താഹയിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫവസ്വസ ഇലൈഹി ശൈത്താൻ ഖാല യാ ആദം ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദ് വമുൽകിൻ ലാ യബ്ലാ. ആദമിന്റെ അടുത്ത് വന്ന് ശൈത്താൻ വസ്വാസ് നടത്തിയത് എങ്ങനെ? ആദമേ, ഒരു വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞുതരാം. ആ വൃക്ഷം ഷജറത്തുൽ ഖുൽദ. ആ വൃക്ഷത്തിൽ നിന്ന് കായ തിന്നാൽ ശാശ്വതമായി ഇവിടെ കൂടാം, ഒരിക്കലും നശിക്കാത്ത അധികാരം കിട്ടും, ഇവിടെ കൂടാം എന്ന്. മനസ്സിലായില്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദം അലൈഹിസ്സലാമിലൂടെയാണ് അള്ളാഹു ശൈത്താനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ വിലക്കുണ്ടായിട്ട് പോലും ആദം അലൈഹിസ്സലാം ശൈത്താന്റെ വസ്വാസിൽ വീണുപോയി. മനുഷ്യരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും ശൈത്താന്റെ വസ്വാസിൽ വീണുപോകാം. അതുകൊണ്ടാണ് അള്ളാഹു ഗൗരവത്തിൽ ഇത് പറഞ്ഞത്. മനസ്സിലാവും? എപ്പോഴും മനസ്സിലാക്കണം. നമുക്ക് ഒരിക്കലും, ഇനി ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ശൈത്താൻ വന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരിക നമ്മൾ ഏതെങ്കിലും ദുർമാർഗത്തിലുള്ളപ്പോഴല്ല, സന്മാർഗത്തിലുള്ളപ്പോഴാണ് വരിക. അതാണ്. നല്ല മാർഗത്തിൽ നല്ല കാര്യം ചെയ്യുമ്പോഴാണ് ശൈത്താൻ വരിക. ചീത്ത കാര്യം ചെയ്യുമ്പോൾ ശൈത്താന് കച്ചവടമല്ല, അവിടെ ശൈത്താന് കച്ചവടമല്ല. അതാണ് എപ്പോഴും മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഏതൊരു അശ്രദ്ധയിലൂടെയാണോ നമ്മുടെ ആദ്യ പിതാവ് ആദമിലേക്ക് പിശാച് വന്നത്, അതുപോലെയുള്ള ഒരു അശ്രദ്ധ നമ്മിലേക്ക് വരരുത്. അശ്രദ്ധ വന്നാൽ ആ അശ്രദ്ധയിലൂടെ അവൻ കയറി വരും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നമ്മളിലേക്ക് വരിക അവൻ വളരെ കൃത്യമായി പറഞ്ഞു. അള്ളാഹു ഈ ശൈത്താനെ പുറത്താക്കാണല്ലോ, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ ശൈത്താന്റെ അഹങ്കാരമാണ്. ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതിന് പുറത്താക്കൂല. ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതിന് ശൈത്താൻ ശപിക്കപ്പെട്ടവനായി മാറുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് അഹങ്കാരമായിരുന്നു. അഹങ്കാരം. ഇവിടെ ആദം നബി തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ആദം നബി തെറ്റ് ചെയ്തു. ആദം നബി ഇസ്തിഗ്ഫാർ നടത്തി, അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു, ഉത്തരേ ഉണ്ടായുള്ളൂ. എന്നാൽ ശാശ്വതമായി ആട്ടപ്പെട്ടവനായി, ശപിക്കപ്പെട്ടവനായി, നരകാവകാശിയായി പിശാച് മാറിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ, അതാണ് രണ്ട് തെറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. അതെപ്പോഴാന്ന് ചോദിച്ചാൽ, ഈ ശൈത്താൻ അവൻ ചെയ്ത തെറ്റിൽ പിടിച്ചു നിന്നു, അഹങ്കരിച്ചു, ഇസ്തിഗ്ഫാർ നടത്തിയില്ല. മടങ്ങാൻ സമയമുണ്ടായിരുന്നു, പക്ഷെ മടങ്ങിയില്ല. ആദം നബി മടങ്ങിയില്ലെന്ന് മാത്രമേ അവൻ ആക്രോശിച്ചു. ഞാൻ എല്ലാവരെയും ശരിയാക്കും. പക്ഷെ നമുക്കുള്ള ഒരു സമാധാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല കാര്യം ചെയ്യുന്നിടത്താണ് പിശാച് ഉണ്ടാകുക. അതവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ലഅഖഉദന്ന സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിലാണ് ഞാൻ ഇരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇതേ ദിവസം ഇതേ സമയത്ത് വേറെ എന്തെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയിലാണ് ഏർപ്പെടുന്നതെങ്കിൽ ഒരു തടസ്സം ഉണ്ടാവില്ല. അത് ഭയങ്കര എളുപ്പമായിരിക്കും. ഇതിനെ പ്രയാസം ഉണ്ടാവും. കാരണം ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ഇനി അത് മാത്രമല്ല, വളരെ നോക്കൂ, ഫിസിക്കലായി ശൈത്താൻ വരുന്ന ഒരു രീതി അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم എന്ന് പറയും. ഞാൻ അവരുടെ വലതുഭാഗം മുമ്പിലൂടെ വരും, പിന്നിലൂടെ വരും, വലതുഭാഗത്തു കൂടെ വരും, ഇടതുഭാഗത്തു കൂടെ വരും, ഒക്കെ വരും, എല്ലാ ഭാഗത്തു കൂടിയും വരും. ഏത് ഭാഗത്തു കൂടെയാണ് വരിക എന്ന് നമ്മൾ എപ്പോഴും ബദ്ധശ്രദ്ധരായി ഇരിക്കണം. ബദ്ധശ്രദ്ധരായി ഇരിക്കണം. ഒരു കാരണവശാലും ശൈത്താനുള്ള ഒരു ഇടം ഇനി മുതൽ ഈ ഇസ്തിആദത്ത് എന്താണ് എന്ന് പഠിച്ചത് മുതൽ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും സമ്മതിക്കരുത്. ഒരു കാരണവശാലും ഈ ഒരു സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മടങ്ങാൻ, സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ വ്യതിചലിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന ഒരു നല്ല കരുത്ത് നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ഖുർആൻ സ്വീകരിക്കാനാണ് നമ്മൾ പോകുന്നത്, അത് പഠിക്കാനാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ കൃത്യമായി നമ്മൾ സംശുദ്ധരായിരിക്കണം. ആ സംശുദ്ധരാക്കാനാണ്, നമ്മുടെ ഉള്ള് ശുദ്ധമാകാനാണ് യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഇസ്തിആദത്ത് നമുക്ക് ഈ രീതിയിൽ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നു. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ വചനമായ ബിസ്മിയിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഓരോ ക്ലാസ്സിലും പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. ഇനി നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ദേഷ്യം, കോപം, പൈശാചികമാണ് എന്ന് തോന്നുന്ന സന്ദർഭ, സ്ഥലങ്ങൾ, അനുഭവങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുണ്ടാകണം. അതോടുകൂടി നമ്മൾ രക്ഷപ്പെടും. ഏതെങ്കിലും രീതിയിൽ ഖുർആനിൽ നിന്ന് നമുക്ക് നമ്മളെ വ്യതിചലിപ്പിക്കാൻ ആരെങ്കിലും വരുന്നു എന്ന് തോന്നിയാൽ, അത് മനുഷ്യനാകട്ടെ മനുഷ്യരല്ലാത്ത ഉൾപ്രേരണകളാകട്ടെ, എന്തായിരുന്നാലും ശരി, അവിടെ നമ്മൾ ഇസ്തിആദത്ത് ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടണം. അള്ളാഹു തീർച്ചയായും നമുക്ക് രക്ഷ നൽകും. നോക്കൂ, ഇസ്തിആദത്തിന്റെ രണ്ടാശയം നമ്മുടെ ഉള്ളിൽ വേണം. അള്ളാഹു നമുക്ക് അഭയം നൽകും. നമ്പർ 1, അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കും, ഒരു സംശയം വേണ്ട. ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബിയ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ അഹ്സാനിനാ വദഹാബ همومنا برحمتك يا أرحم الراحمين. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.